എന്താ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എന്നത്തെയും പോലെ തന്നെ രാവിലത്തെ ഒരു മോർണിംഗ് റുട്ടീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. 2-3 ദിവസമായിട്ടുണ്ടാവുമല്ലോ നമ്മൾ ഇതുപോലെ ഒരു മോർണിംഗ് റുട്ടീനൊക്കെ ചെയ്തിട്ട്. ഞാനുണ്ടല്ലോ ഇന്നലെ വൈകിട്ട് രാത്രി ആയപ്പോൾ ഞാൻ വീട്ടിലോട്ട് വന്നു കേട്ടോ. കാരണം പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് വന്നാണ്. അവിടുത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ നടന്നില്ല കേട്ടോ. കാരണം പെട്ടെന്ന് വരേണ്ടി വന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. എപ്പോഴും പോയാൽ അതുപോലെ എപ്പോഴോ പ്രതീക്ഷിക്കാണ്ട് വരേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ പ്രതീക്ഷിക്കാണ്ട് കേട്ടോ ഇവിടുന്ന് പോവാറുള്ളത്. അപ്പോൾ ചേട്ടനാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടില്ല. ബാംഗ്ലൂർ പോയിക്കുക 2 ദിവസമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫ്രീ ആയിട്ട് അവിടെ പോയി നിന്നത്. 2-3 ദിവസമായിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് മാറിയുന്നതിൻ്റെ എല്ലാവിധ അലങ്കോലവും ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. അപ്പോൾ സിറ്റൗട്ടിലൊക്കെ നമ്മുടെ പട്ടിയൊക്കെ ഉണ്ടല്ലോ കയറിയിട്ട് നിരങ്ങിയിട്ട് ആകെ നാശാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനുണ്ടല്ലോ അത് വിചാരിച്ചു എന്നാൽ ആദ്യം തന്നെ നമുക്ക് പുറത്തുള്ള വൃത്തികേടൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ മുറ്റത്താണെങ്കിലും 2-3 ദിവസമായിട്ട് മുറ്റൊന്നും അടിച്ചു വാരിയിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങ് ക്ലിയർ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ആദ്യം മുറ്റടിച്ച് വരി, പിന്നെ സിറ്റൗട്ട് ഒന്ന് അടിച്ച് വരിയിട്ട് ഒന്ന് ജസ്റ്റ് തുടച്ചിടുക. എപ്പോഴും നമ്മളുണ്ടല്ലോ ആദ്യം വീട് വൃത്തിയായിട്ടിരിക്കേണ്ട മെയിൻ കാര്യങ്ങളൊന്ന് സിറ്റൗട്ട് തുടച്ചിടുക എന്നുള്ളതാണ് കേട്ടോ. ആദ്യം മുറ്റടിച്ച് വരി ഉടനെ സിറ്റൗട്ട് തുടച്ചിട്ടാൽ, കാരണം ആൾക്കാർ നമ്മുടെ വിരുന്നുകാരൊക്കെ വന്ന് കയറുന്നൊരു സ്ഥലം നമ്മുടെ സിറ്റൗട്ടാണ്. വിരുന്നുകാർ മാത്രമല്ല എല്ലാവരും വന്ന് കയറുന്ന ഒരു സ്ഥലം സിറ്റൗട്ടാണ്. അത് വൃത്തിയില്ലാണ്ട് ഇരുന്നാൽ തന്നെ വിചാരിക്കും എല്ലാവരും വീട് വൃത്തിയില്ല എന്ന് അങ്ങോട്ട് ചിന്തിക്കട്ടോ. അപ്പോൾ ആദ്യം തന്നെ സിറ്റൗട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ട്, അത് ഞാനിപ്പോൾ എന്നും രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണ് കേട്ടോ. ആദ്യം തന്നെ മുറ്റടിച്ച് വരുമ്പോൾ തന്നെ ആ സിറ്റൗട്ട് ഒന്ന് തുടച്ചിടും. ബാക്കി എവിടെ തുടച്ചില്ലെങ്കിലും നമുക്ക് അത്രയും വൃത്തികേട് തോന്നാറില്ല. സിറ്റൗട്ടാണ് ഏറ്റവും കൂടുതൽ വൃത്തികേടാവാറ് കേട്ടോ. അപ്പോൾ അതങ്ങ് വൃത്തി ആക്കിയെടുത്തു. അതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ ഇതുപോലെ മുൻവശത്തൊക്കെ ചെരുപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ നിരത്തിയിടാണ്ട് പലരും നമ്മൾ നിരത്തിയിടും കേട്ടോ. കാരണം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, അങ്ങനെ അങ്ങ് ഇടും. അപ്പോൾ അതൊക്കെ നേരെ കൊണ്ടുപോയിട്ട് ആ സ്റ്റാൻഡിൽ വയ്ക്കുക. അതാണ് ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം കേട്ടോ. പിന്നെ വാഷ് ബേസിനൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ കിട്ടിയില്ല. അത് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ. അത് കാരണം കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ വൃത്തിയാക്കിയപ്പോൾ ഉണ്ട് എങ്ങനെയെന്നറിയില്ല ആ വീഡിയോ പോയത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബാക്കി അറ്റത്തുള്ള വീഡിയോ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഇത് നമ്മൾ മാങ്ങ പൂമ്പ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നമ്മളൊരു എന്താ പറയുക ഒരു ഭരണിയിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വെറുതെ ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഉണക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇട്ടത്. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് സമയം കിട്ടിയില്ലല്ലോ. പിന്നെ അമ്മ കൊടുത്തയച്ച ഇടിച്ചക്ക, അതുപോലെ തന്നെ മുരിങ്ങക്കായ, ഇതൊക്കെയാണ് ഇന്ന് കുറവാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ ചോറും കറികളൊക്കെ കൊണ്ടുവരും. സാധാരണ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവിടെ ഉള്ളതൊക്കെ പെറുക്കി കൊണ്ടുവരാറുണ്ട്. ഞാനല്ല കേട്ടോ, അമ്മ ആക്കി തരും. അമ്മയ്ക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം. എല്ലാവർക്കും അമ്മ അങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കട്ടെ. പക്ഷേ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം കൊടുക്കണതല്ല കേട്ടോ, അത് പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊടുക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അത് പാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്കത് സിമ്പിളാണ് കേട്ടോ. അമ്മ വരുമ്പോൾ കാണാം ഒരു 5-6 പാക്കറ്റുകളും അതും ഇതൊക്കെ ആക്കിയിട്ട്. എത്ര കാലമല്ലേ നമ്മുടെ അമ്മയൊക്കെ ഉള്ളിടത്തോളം കാലം മാത്രമേ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിട്ടുള്ളൂ കേട്ടോ. കാരണം ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം കറിയോ ചോറോ ഒന്നും വയ്ക്കാറില്ല കേട്ടോ. എല്ലാം അമ്മ കൊടുത്തു വിടാറാണ് പതിവ്. എനിക്ക് അമ്മേനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഇപ്പോൾ ഏജായി തുടങ്ങി. എന്താ പറയുക, നമുക്ക് എന്താ പറയുക, അമ്മയ്ക്ക് വേണ്ടിയിട്ടൊന്നും ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്, അത് ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. അങ്ങനെ പുറത്ത് നമ്മൾ വേണ്ടപ്പെട്ട പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അകത്തേക്ക് കയറി കേട്ടോ. അവിടെ നമ്മൾ അടുക്കളയിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല രാവിലെ, അതുകൊണ്ടാണ്. അപ്പോൾ ചിക്കൻ കറി വെക്കാം രാവിലെ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമുക്ക് രാവിലത്തേക്ക് ഉച്ചത്തേക്കൊക്കെ ആയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അതിന് ശേഷം ചീര കുറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ അരിഞ്ഞത് ബാക്കി ഇരിപ്പുണ്ട്. അപ്പം എന്നാൽ അത് തോരനും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് തോരനും കൂടെ വെക്കാം. ഭാവിക്കത് ഇഷ്ടമല്ലാതാണ് അവൻ നോക്കുന്നത്.
ഇത് ഓടെ ഇതിക്ക് കൊള്ളു ഇതെന്തോ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനുള്ളതല്ലേ. അങ്ങനെ നമ്മുടെ ചേട്ടനൊക്കെ വന്നു. അതുപോലെ തന്നെ ചിക്കൻ കറി ആയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ചീരപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഇനിയും നമുക്ക് വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ വേഗം വെച്ചു. നമുക്ക് ദോശയ്ക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പൊടി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്നാളെ ഉണ്ടാക്കിയ പൊടിയില്ലേ, ആ പൊടിയും കൊണ്ട് പൊടി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ഞാൻ ഇതുവരെ പൊടി ദോശ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം എനിക്ക് കഴിക്കും കൂടി ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. സാധാരണ നമ്മളെ അമ്മ പണ്ടൊക്കെ ഉണ്ടല്ലോ ഇഡ്ഡലിയുടെ കൂടെ ഈ പൊടി ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. പക്ഷേ ദോശയുടെ കൂടെ അമ്മ ഇതുവരെ തന്നിട്ടില്ല. തരും, പക്ഷേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുക ചെയ്യുക. ഇങ്ങനെ ദോശയുടെ കൂടെ ഇട്ടിട്ട് അങ്ങനെ ചുട്ട് തരാറില്ല. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമുക്ക് രാവിലത്തേക്ക് ദോശയും അതുപോലെ പൊടി ദോശയും അതുപോലെ തന്നെ ചിക്കൻ കറി മതി, ഇനി വേറെ ഒന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ചില ദിവസങ്ങൾ നമ്മൾ വിചാരിക്കും ഇന്ന് എളുപ്പമാണ്, ഇന്ന് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് എനിക്ക് വലിയൊരു പണി കിട്ടിയത്. കാരണം രാവിലെ നമ്മൾ ചിക്കൻ കറിയും അതുപോലെ തന്നെ ചീരത്തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇടിച്ചക്കയും കൂടെ തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം 3 ഉണ്ടല്ലോ, അത് കേട് വന്ന് പോകണ്ട, അപ്പോൾ ഇന്ന് ഒരെണ്ണമെങ്കിലും എടുത്ത് നമുക്ക് വെക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് ഭക്ഷണവും കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ ഓരോരുത്തരായിട്ട് വന്നിട്ട് കഴിക്കുന്നുണ്ട്. പിന്നെ ചേട്ടനാണെങ്കിലും 13 കിലോയുടെ ഒരു മീനായിരുന്നു, നെട്ടർ എന്ന് പറയും, സിൽവർ ആവോലി എന്നൊക്കെ പറയും. അത് നമുക്ക് പീസാക്കിയില്ലേ. ഇത് ഇതുണ്ടോ 13 കിലോ ഉണ്ടായിരുന്നു. നമുക്കത് നമ്മൾ 4 ഷെയറാക്കി. 4 ഷെയറാക്കിയപ്പോൾ ഒരാൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ എടുത്തോളൂ. ഇതുണ്ടോ, ഇതാണ് പനഞ്ഞില് മീനിന്റെ പനിഞ്ഞിലാണിത്. പകുതി എടുത്തിട്ടുള്ളൂ, ബാക്കി പകുതി അവർക്ക് കൊടുത്തു. മൊത്തം 2.5 കിലോ ഉണ്ടാവുന്നു പനിഞ്ഞില്. മുട്ട കണ്ടോ, മീനിന്റെ മുട്ട. ഒരു കാര്യം ചെയ്തോ, ഇത് പകുതിയായിട്ട് വറുത്തോ പകുതിയായിട്ട് കറി വെച്ചോ. പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് കറി വയ്ക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ വറുക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കറി വയ്ക്കാനുള്ളതും വറുക്കാനുള്ളതും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തുട്ടോ ആദ്യം തന്നെ, എന്നിട്ടാണ് പിന്നെ മാറ്റി വെച്ചിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ന് കൂടുതൽ വെക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രീസറിൽ കയറ്റി വെക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ എടുത്ത്, പിന്നെ ഫ്രീസറിൽ ഓൾറെഡി ഒരു വലിയ മീൻ ഇരിപ്പുണ്ട്, നമ്മളത് നേരാക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനുണ്ടല്ലോ ഇന്ന് വേറൊരു സ്റ്റൈലിലെ കറി വെക്കുന്നത് കേട്ടോ. അപ്പം മീൻകറി സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, 2, 3, 4, 5 ടൈപ്പിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു സ്റ്റൈലിൽ വെക്കാമെന്ന് വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി എടുത്തത് കേട്ടോ. 4-5 ടീസ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാ മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നല്ല കുഴമ്പ് രൂപത്തിലല്ലേ, അതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെയാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ വേണമെന്നില്ല, പക്ഷെ അധികം വെള്ളമാവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അധികം വെള്ളമായാൽ പിന്നെ നമുക്ക് ഒരു ഇത് കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ അത് തന്നെ ആ സമയം കൊണ്ട് ഫ്രൈ ചെയ്യാനുള്ളതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു ചട്ടി എടുക്കുക, നമ്മൾ സാധാരണ മീൻ കറി വയ്ക്കില്ല അതുപോലെ തന്നെ ചട്ടി എടുക്കുക, എണ്ണ ഒഴിക്കുക, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ സമയത്തുണ്ടല്ലോ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ, അത് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി ഉണ്ടല്ലോ നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കുക. എന്നിട്ട് പൊടികളുടെ ആ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്തുണ്ടല്ലോ ഞാൻ കുടംപുളി വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ കുടംപുളി കുതിർത്താണ് വെക്കാറ്, അല്ലാതെയും വെക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരമായിട്ട് കുതിർത്ത് വെച്ചതാണ്. ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം മീനുണ്ടല്ലോ നമുക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഗ്രേവിയുടെ തിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചിലർക്ക് നല്ല തിക്ക് വേണമെന്നുണ്ടാവും, ചിലർക്ക് അധികം തിക്കാവേണ്ടെന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മീനുണ്ടല്ലോ അതിട്ട് കൊടുക്കുക, അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മീൻകറിയുടെ അതേ കളറ്, നമുക്ക് ആ ചാറിൻ്റെയൊക്കെ അതേ കളറുണ്ടല്ലോ, നല്ല കളറായിരിക്കും കേട്ടോ. നമ്മൾ മറ്റേതെന്ന് വെച്ചാൽ ചൂടാക്കിയിട്ടാണല്ലോ പൊടികളൊക്കെ ഇടുന്നത്, അപ്പോൾ ആ കളറൊന്ന് മാറും. പക്ഷേ ഇത് നമുക്ക് നല്ല കളറിൽ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കോട്ടയം സ്റ്റൈലിലും അതുപോലെ തന്നെ നമുക്ക് സദ്യക്കൊക്കെ പോയാൽ ഉണ്ടാവില്ലേ, ആ ഒരു കറിയുടെ ഒരു ഇതാണ് കേട്ടോ ഇതിന്. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം. അത് നമ്മൾ സാധാരണ പോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയോ അതുപോലെ തന്നെ ചെറിയ ഉള്ളി അതൊന്നും ഇടുന്നില്ല. സാധാരണ പോലെ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി
ഇത് മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. ഇത്ര തന്നെ ഉള്ളൂ. മീൻ ഫ്രൈ ചെയ്യുന്നതിനെ കുറിച്ച് ആർക്കാണ് എല്ലാം അറിയാത്തത്. എന്നാലും പല ടൈപ്പിലും ശരിക്കും നമ്മൾ മീൻ ഫ്രൈ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെന്താ, അത് പിന്നെ ഏകദേശം പണി കഴിഞ്ഞു. രാവിലെ ചിക്കൻ കറി ഉണ്ടാക്കി, പിന്നെ മീൻ കറിയും വെച്ചു, മീൻ വറുത്ത്. ഇനിയിപ്പം അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു. മീൻ വറുക്കാൻ വെക്കലുള്ളൂ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇന്നലെ വന്നിട്ടുള്ള പണികൾ കുറേ ഉണ്ട് കേട്ടോ. ഇന്നലെ നമ്മള് രാത്രിയാണല്ലോ എത്തിയത്. പെട്ടെന്ന് പറയാണ്ടങ്ങ് വന്നതാണ് കേട്ടോ. അപ്പോൾ അതിനൊപ്പം കൊടുന്ന മീൻ മുട്ട ഉണ്ടല്ലോ, അപ്പോൾ അതും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഫ്രീസറിലേക്ക്. എന്താണെന്ന് വെച്ചാൽ നമുക്കത് പിന്നീട് ഉണ്ടാക്കാം. കാരണം എന്ന് വെച്ചാൽ ഫ്രീസറിൽ സ്ഥലമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അതാണ് വലിയൊരു മീൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരാക്കി എടുത്തിട്ടില്ല. വീട്ടിൽ പോകുമ്പോഴല്ലേ നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് നേരാക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വൃത്തിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ രാവിലെ ഞാൻ ഒരു ലോഡ് പാത്രങ്ങൾ കഴുകിയതാണ്. വീണ്ടും നമുക്ക് അപ്പുറത്തെ നമ്മുടെ വർക്ക് ഏരിയയിലെ വാഷ് ബേസിനിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ നമ്മൾ പാത്രങ്ങൾ കഴുകുന്നത്. പിന്നെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ആ കൗണ്ടർ ടോപ്പ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ചുകൊണ്ടിരിക്കുക. അതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. പിന്നെന്ന് വെച്ചാൽ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് തുടച്ചിടുക. പിന്നെ ആ വാഷ് ബേസിൻസ് അതുപോലെ തന്നെ ഒന്ന് കഴുകിയിടുക. ഡെയിലി ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് കഴുകിയിടെങ്കിലും ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ പാത്രങ്ങളുണ്ടല്ലോ അത് അപ്പം അങ്ങ് കഴുകിയെടുക്കുക. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കുക. കുറച്ച് ടിപ്പുകളാണ് കേട്ടോ ഞാൻ രാവിലെ പറഞ്ഞു തന്നെ. പിന്നെ വാഷ് ബേസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ വാഷ് ബേസിൻ ഞാൻ കഴുകിയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. പക്ഷേ അതിന്ന് നടന്നില്ല കേട്ടോ. കാരണം നമ്മളെപ്പോഴും ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വാഷ് ബേസിൻസ് അങ്ങനെ കഴുകി വൃത്തിയാക്കിയിടുക. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. വീണ്ടും റിപ്പീറ്റ് ചെയ്യാമെന്ന് തോന്നരുത്. അപ്പോൾ പിന്നെ പാത്രങ്ങളൊക്കെ അതത് സ്ഥാനത്ത് എടുത്ത് വയ്ക്കാം. എന്തെടുത്താലും ഞാൻ അതത് സ്ഥാനത്ത് അപ്പം തന്നെ എടുത്ത് വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ പിന്നീട് അത് മറന്നു പോവുകയും ചെയ്യില്ല. അതുപോലെ തന്നെ അത് വൃത്തിയായിട്ട് ക്ലീൻ ആക്കിയിട്ട് അവിടെ ഇരുന്നുള്ളൂ. എനിക്ക് സ്ഥാനത്തു നിന്ന് മാറി നിൽക്കുന്നത് അത്ര അങ്ങോട്ട് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പണികൾ ചെയ്യുന്നതിന് ഒപ്പം തന്നെ എടുത്ത സാധനങ്ങൾ അപ്പം തന്നെ എടുത്ത് വയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ അടുക്കളയത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ നമ്മൾ വെച്ച ചെടികളൊക്കെ നല്ലപോലെ മുള വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ നോക്കിയത് അതിലേക്കാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ പോകുന്നവരെ എന്നും കാണുന്നതുകൊണ്ടാണോ ഇതെന്താ മുള വരാത്തേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം മുള നല്ലപോലെ വന്നിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് കണ്ടപ്പോഴേ അപ്പോൾ നമുക്ക് നല്ലോണം തോന്നുന്നതാണ് കേട്ടോ. ഡെയിലി നമുക്ക് കാണുമ്പോൾ ഒന്നും തോന്നില്ലല്ലോ. അപ്പോൾ അതൊന്ന് 2-3 ദിവസമായിട്ട് നമുക്ക് വെള്ളമൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ, വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അതിലേക്കൊന്ന് ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഒരെണ്ണം കേട്ടോ പിടിച്ചില്ല. ഈ അടുക്കളയിലുള്ള ഒരെണ്ണം മാത്രം പിടിച്ചില്ല കേട്ടോ. അതെന്താ പറ്റിയെന്ന് അറിയില്ല. ചിലപ്പോൾ ഞാൻ വെച്ചതിൻ്റെ കുഴപ്പമായിരിക്കും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം നമ്മുടെ ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സ്പീഡായിരുന്നു. അപ്പം ഞാൻ രാവിലെ നേരത്തെ എല്ലാ പണികളും കഴിക്കായിരുന്നേ. ഇപ്പം നമ്മൾ വൈകി എണീക്കണോണ്ടാണ് തോന്നുന്നു പണികളങ്ങ് നീണ്ടു പോവുകയാണ്. അപ്പോൾ ഉച്ചയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറിനുണ്ട് സമയമായി. അപ്പോൾ ചോറിന് ഇപ്പം മോനാണ് ചോറ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ മീൻ കറി കഴിക്കില്ല കേട്ടോ. മീനും ഫ്രൈ ചെയ്തതും കഴിക്കില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഞാൻ കൊടുത്തു നോക്കിയതാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ മാങ്ങ വേണം. അവന് മാങ്ങ ഭയങ്കര ഇഷ്ടം ഉപ്പിലിട്ടത്. അപ്പോൾ അതിപ്പോഴും ചോറിൻ്റെ കൂടെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നത്. പിന്നെ മോൾക്ക് അവളാണെങ്കിൽ മീൻ കറിയൊക്കെ കഴിക്കും. അപ്പോൾ ഞാൻ അവൾക്ക് മീൻ കറി കൂട്ടി. പിന്നെ കാണിച്ചത് നമ്മൾ ചുട്ടരച്ച ചമ്മന്തിയാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തോളൂരിൻ്റെയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് വാങ്ങി വയ്ക്കാറുണ്ട് കേട്ടോ. എന്തൊക്കെ കറി ഉണ്ടെങ്കിലും എനിക്ക് ഒരു ചമ്മന്തി നല്ല ഇഷ്ടമാണ് മേടിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ടെറസിൽ നമ്മുടെ ചെടികളിലൊക്കെ ഉണ്ട് പുല്ല് കയറി നിൽക്കണം. ഭാഗ്യത്തിന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ പോയപ്പം മഴ പെയ്തുകൊണ്ട് 2 ദിവസം മഴ ആയതുകൊണ്ട് നമുക്ക് നനയ്ക്കേണ്ടി വന്നില്ല. അല്ലെങ്കിൽ ഇതൊക്കെ വാടി കരിഞ്ഞ് നിൽക്കും കേട്ടോ. ടെറസിലും കൂടിയല്ലേ. പക്ഷേ പുല്ല് മുളച്ചിട്ടുണ്ട്. അപ്പം ആ പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെയുള്ള നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയൊക്കെ നന്നായിട്ട് നീണ്ടു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ സന്തോഷം. കാരണം നമ്മുടെ ഈ ടെറസിലെ പന്തലൊക്കെ ഉണ്ടല്ലോ നിറയെ മൂടും. അപ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടായി നിൽക്കണതാണ് നല്ല രസമല്ലേ. പന്തലിലുണ്ടായിട്ട് എനിക്ക് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടം. മറ്റേത് നമ്മൾ ആദ്യമൊക്കെ ടെറസിലേക്കാണ് കേട്ടോ പടർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെറസിൽ ഉണ്ടായി നിൽക്കുമ്പോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കില്ലല്ലോ. അപ്പോൾ ഭംഗി അത്ര കാണില്ല. ശരിക്കും നമ്മൾ ഇതിലൊക്കെ ആകുമ്പോൾ നല്ല പോലെ ഭംഗി കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ പുല്ലൊക്കെ ഞാൻ അങ്ങനെ പറിച്ച് കളയാണ്. ഇപ്പുറത്തെ ആ പൈനാപ്പിൾ ചെടി ഉള്ള കാരണം കൊണ്ട് തന്നെ അതിൽ പിടിക്കാൻ ഇത്തിരി പേടിയുണ്ട് കേട്ടോ. കാരണം ചീര മുളച്ച് നിൽക്കണുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചീര വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും മുളച്ച് നിൽക്കണ്ടേ. നമ്മുടെ പുതിനയില അത് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നല്ല നട്ട വെയിലാണ് കേട്ടോ. ഇന്നലെ മഴ പെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ടെറസ് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് സമാധാനമായിട്ടിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇരുമ്പമ്പൊടി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഉണങ്ങാണ്ട്, ഒന്നും കൂടി ഉണങ്ങാണ്ട്. 2 ദിവസമായിട്ട് നമ്മൾ വെയിൽ കൊള്ളിപ്പിച്ചിട്ടില്ലല്ലോ. പ്രത്യേകിച്ച് ഒരു പണിയൊന്നും അതിന് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതങ്ങ് വെയിലത്തിട്ടാൽ മതി, അത് ഉണങ്ങിക്കോളും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.